വ്ളോഗ്സിലെ ഉണ്ണി പറഞ്ഞതുപോലെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങളാണോ? ഗ്ലാമി ഗംഗയും സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയും അഹാന കൃഷ്ണയും ഒക്കെ ശരിക്കും പ്രശ്നക്കാരായ ആൾക്കാരാണോ? അവർ ഭയങ്കര അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ടോ? ശരിക്കും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് മാത്രമാണോ നിങ്ങൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടത്? സയന്റിഫിക് ആയിട്ട് സ്കിൻ പ്രോബ്ലംസിനെയും പ്രോഡക്ട്സിനെയും മനസ്സിലാക്കാനുള്ള സാധ്യത ബ്യൂട്ടി ബ്ലോഗേഴ്സ് കട്ട് ചെയ്യുന്നുണ്ടോ? അണ്ടർ ആം പിഗ്മെന്റേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും മാറാത്തതാണോ? ഗ്ലൂട്ടാത്തയോൺ എലിവിഷൻ പോലെ അത്രയും പ്രശ്നമായ കാര്യമാണ് ഉള്ളിലേക്ക് കഴിക്കാൻ. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ. വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർ സ്റ്റൈൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കും ഈ ഒരു വീഡിയോയുടെ അല്ലെ ഉണ്ണി ചെയ്ത വീഡിയോയുടെ ലിങ്കൊക്കെ അയച്ചു തന്നിട്ട് ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറയുന്നത് പോലെ ഒരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻ്റ് ആണ്. അപ്പിയറൻസ് മാനേജ്മെൻ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പിയറൻസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്കിൻ കെയറിനെ കുറിച്ചും ഉള്ള അഡ്വൈസസ് ഞാൻ തരാറുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. സ്കിൻ കെയറിനെ പറ്റി വളരെയധികം വീഡിയോസ് ചെയ്തിട്ടുമുണ്ട്. ഓൾസോ ഞാനൊരു സർട്ടിഫൈഡ് സ്കിൻ കെയർ കൺസൾട്ടൻറ്റും കൂടിയാണ്. സർട്ടിഫൈഡ് സ്കിൻ കെയർ കൺസൾട്ടൻ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ജോബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാനോ അത് പറഞ്ഞ് വർക്ക് ചെയ്യാനോ നിൽക്കാത്ത ഒരാളാണ്. എൻ്റെ പ്രൊഫഷനായിട്ട് എപ്പോഴും പറയുന്നത് സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ്. എനിക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി, ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിലയ്ക്കും ഒരുപാട് ക്ലയൻസിനെ നേരിട്ട് ദിവസവും കാണുന്നു എന്നുള്ളത് കൊണ്ടും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. അതായത് റിയലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നതെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഉണ്ണി ഈ ഒരു വീഡിയോ ചെയ്തതും, ഈ ഒരു ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തതും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ബിക്കോസ് അതിൽ പറയുന്ന ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിയുമാണ്, കുറേ കാര്യങ്ങൾ ശരിയുമാണ്. പക്ഷേ എന്നാൽ അതിൽ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. അതായത് അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്നുള്ള കാര്യം ഉണ്ണിക്കും അറിയാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഉണ്ണി പറയുന്ന പോലെ നന്നായിട്ട് റിസർച്ച് നടത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വളരെ കാര്യമായ ഐഡിയ ഒന്നും ഉണ്ണിക്കും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അത് മാത്രമല്ല, ഉണ്ണിയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നും. ആൻഡ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന എന്തോ ഭീകര പ്രവർത്തനമാണെന്ന് തോന്നും. സ്കിൻ കെയർ നോർമലി ചെയ്യാൻ തന്നെ ആൾക്കാർക്ക് ഒരു മടി തോന്നും. സ്കിൻ കെയറേ ചെയ്യണ്ട എന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. സോ അതിൻ്റെ റിയാലിറ്റി എന്താണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറക്കുന്ന എല്ലാം ശ്രദ്ധിക്കണം എന്നാണ് ഉണ്ണി പറഞ്ഞത്. അപ്പം അതിൽ ഉണ്ണി പറഞ്ഞതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഗ്ലൂട്ടാത്തയോണിനെ ഉണ്ണി ഉപമിച്ചത് എലിവിഷത്തിനോടാണ്. അപ്പോൾ എലിവിഷൻ നിങ്ങൾ കഴിക്കുമോ എന്നാണ് ചോദിച്ചത്. അവിടെയാണ് അതിനകത്തൊരു പ്രശ്നമുള്ളത്. ഇന്ത്യയിൽ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ളതല്ല ആക്ച്വലി മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ബിക്കോസ് FDA എന്ന് പറയുന്നത് ഇപ്പോൾ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. സോ അതല്ല നമ്മളുടെ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളുടെ ഇവിടെ മെയിനായിട്ടുള്ളത് FSSAIയും അതുപോലെ തന്നെ CDSCO ആണ്. ഈ രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് മെയിനായിട്ട് നോക്കുക. ഓൾസോ GMP അതും ആ സർട്ടിഫിക്കേഷനും കൂടി നോക്കും. ഇത് മൂന്നും നോക്കിയിട്ടാണ് സത്യത്തിൽ ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും അവൈലബിൾ ആയിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന അത്രയും അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇന്ത്യയിൽ ബാൻ ചെയ്തതുപോലത്തെയോ അല്ലെങ്കിൽ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമോ ഒന്നും അങ്ങനെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഗ്ലൂട്ടാത്തിയോണിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നത് അതിനെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈവൻ വൈറ്റമിൻ സിനെയും കൺസിഡർ ചെയ്യുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ്. ലൈറ്റനിങ് ഏജന്റ് എന്നോ അല്ലെങ്കിൽ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടോ അല്ല ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. കൊളാജൻ ആണെങ്കിൽ കൂടി അതെല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇതൊന്നും ആക്ച്വലി എന്താ പറയുക, ഭയങ്കര വിഷം പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നം അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഹെൽത്ത് കണ്ടീഷൻസ്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം അത് കഴിക്കാൻ. ആൻഡ് ഓൾസോ ഈ IV ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ശരിയാണ്, അത് അത്ര ഭയങ്കര ലീഗലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല ഗ്ലൂട്ടാത്തിയോൺ IV എന്ന് പറയുന്നത്. ആൻഡ് അത് നോർമലി ആൾക്കാർ ചെയ്യുകയില്ല. അത് കൂടുതലായിട്ടും ചെയ്യുന്ന സ്കിൻ കെയർ ക്ലിനിക്സിലും അതുപോലെ തന്നെ ഡെർമറ്റോളജിസ്റ്റും ഒക്കെ അവരുടെ ഒക്കെ കീഴിൽ മാത്രമേ
ഇത് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അത് നോർമലി അല്ലാത്ത ആൾക്കാർക്ക്, ഇൻഫ്ലുവൻസേഴ്സിനൊന്നും ഒരിക്കലും ചെയ്യാനുള്ള അവകാശമില്ല. അതിന് അവർ ആരും നിങ്ങൾ ഇവിടെ വന്ന് ഗ്ലൂട്ടാത്തിയോൺ എടുക്കൂ എന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയില്ല ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. സോ ഇങ്ങനെയാണ് ഗ്ലൂട്ടാത്തിയോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമുക്കിപ്പോൾ നമ്മുടെ ഫുഡിൽ നിന്ന് നമുക്ക് ആക്ച്വലി കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ എടുക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഡോക്ടറോട് ചോദിക്കാം. ചില ഡോക്ടേഴ്സ് പക്ഷേ അതും വേണ്ട എന്ന് പറയുന്ന ഡോക്ടേഴ്സും ഉണ്ട്. അതും എനിക്കറിയാം. അത് അത്തരത്തിലൊന്നും സാധനങ്ങൾ കഴിക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്, കഴിക്കണം എന്ന് പറയുന്നവരുണ്ട്, അത് സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ്. നമുക്ക് പറ്റിയേക്കുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻ റിയാലിറ്റിയിൽ നമ്മുടെ സ്കിൻ എങ്ങനെയാണ് ശരിക്കും ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി മറന്നുപോയിട്ടുണ്ട്. ഓക്കെ, കാരണം കൂടുതലും എല്ലാവരും പറയുക ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് ഫിൽറ്റേഴ്സാണ്, സോ അത് വിശ്വസിക്കാൻ പാടില്ല. യൂട്യൂബിൽ കാണുന്നത് അവർ ലൈറ്റ് വെച്ചിട്ടും ഫിൽറ്റേഴ്സ് വെച്ചിട്ടും മാത്രമാണ് ഉള്ളത്, അപ്പോൾ അത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് നമ്മളെപ്പോഴും പറയുക. അത് കേട്ടിട്ടുള്ളത്. യൂട്യൂബിലോ ഈ ഇൻസ്റ്റഗ്രാമിലോ കാണുന്ന ആ ഒരു മറ്റേ ഫിൽറ്റർ ഇട്ട സ്കിന്നല്ലാതെയും ആ ഒരു സ്കിന്നും അതായത് എന്താ പറയുക നോർമൽ സ്കിന്നും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പോഴ്സ് ഉള്ളതോ, ഏജിങ് കാരണം പോഴ്സ് വരാം, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ഭയങ്കരമായിട്ടുള്ള പോഴ്സ് ഉള്ളതോ ഭയങ്കരമായിട്ടുള്ള ആക്നെ ഉള്ളതോ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമല്ല. ഓക്കെ, നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അത് ചിലപ്പോൾ നിങ്ങളുടെ ബോഡി ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തും കൂടി ആയിരിക്കാം. അത് ഉണ്ണി പറഞ്ഞത് വളരെയധികം ശരിയാണ്. നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് അത് കൂടുതലും മനസ്സിലാവുക. സോ ഈ നോർമൽ സ്കിൻ എന്ന് പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ എന്ന് പറയുന്നത് ആക്ച്വലി വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു സ്കിന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ നിങ്ങളുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യം റോങ് ആയിട്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനകത്ത് പ്രശ്നം ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സോ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നേ ഇല്ല എന്ന് വിശ്വസിക്കരുത്. ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നുണ്ട്. അത് നമ്മൾ എന്താ പറയുക, അത് ഏതുവരെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ. എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ അത് മാത്രം നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്നാണ് എനിക്ക് പേഴ്സണലി പറയാറുള്ളത്. ഉണ്ണി പറഞ്ഞതുപോലെ ഈ ഒരു ലാംഗ്വേജ് ഷിഫ്റ്റ്, ഫെയർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉണ്ണി തന്നെ പറയുന്നുണ്ട് ഫെയർ എന്നുള്ളത് എന്താ പറയുക പ്ലസൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ എപ്പോഴും പ്ലസൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇമേജ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ വിഷ്വൽ എസ്തെറ്റിക്സിൻ്റെ ബേസിസിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ വിഷ്വൽ എസ്തെറ്റിക്സിൻ്റെ ബേസിസിൽ നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ എന്ന് പറയുമ്പോൾ അത് ഈവൻ ടോൺഡ് ആയിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വേർഡിന് അവിടെ സത്യത്തിൽ വലിയ പ്രശ്നമില്ല അങ്ങനെ ആലോചിക്കുമ്പോൾ. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സൊക്കെ അവർ ഈ പറയുന്ന പോലെ മുമ്പ് അത്രയും ഫെയർ അല്ലായിരുന്നു, കുറച്ചും കൂടി ഫെയർ ആയി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി ഒരു ലൈറ്റർ സ്കിൻ ടോണിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടി ഞാനും ചില സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ സ്കിൻ ഇത്രയും ഫെയർ ആയിരുന്നില്ല മുമ്പ് എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസിനോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. അത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. വളരെ ബോധപൂർവം വേണമെങ്കിൽ എനിക്കും ഈ ഫെയർ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ലൈറ്റർ സ്കിൻ ടോൺ ആയി എന്ന് വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം ആ വേർഡ്. പക്ഷേ ഒന്നാമത്തെ കാര്യം, അത് പേഴ്സണലായിട്ടുള്ള ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ടുള്ള രീതിയിലല്ല പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൺലെസ് ഞാനിങ്ങനെ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾ ഫെയർ ആവും എന്ന് പറഞ്ഞ് നിങ്ങളെ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അതേപോലെ തന്നെ നിങ്ങളും ഫെയർ ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഫെയർനെസ് ഈക്വൽ ടു സക്സസ് എന്ന് പറയുകയാണെങ്കിലും അത് പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഒരാളാണ്. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയെ പറ്റി ഒരു വീഡിയോസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ വീഡിയോയിൽ ആക്ച്വലി ഞാൻ നന്നായിട്ട് തടി ഉണ്ടായിരുന്ന ഒരാൾ നന്നായിട്ട് മെലിഞ്ഞ് ഒരവസ്ഥയിലേക്ക് വന്നതിനെ പറ്റിയാണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ പബ്ലിക്കലി ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതൊരു പ്രശ്നമായിട്ട് നോക്കുകയാണെങ്കിൽ, ആ ഒരു തടി ഉള്ളത് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ട് മേ ബി ആൾക്കാർക്ക് തോന്നാം. സോ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് മാറിയ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വൈസ് ഒക്കെ ആയിട്ട് മാറിയ, അതുകൊണ്ട് എനിക്ക് വന്നുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറയുന്ന അങ്ങനത്തുള്ള പേഴ്സണൽ
നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ബ്രാൻഡ്സ് മുമ്പ് ഫെയർ ആൻഡ് ലവ്ലി അവർ പേര് മാറ്റി ഗ്ലോ ആൻഡ് ലവ്ലി അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇത്തരം കാര്യങ്ങളെപ്പറ്റി കുറച്ചും കൂടെ കൺസേൺ ആവുന്നത്. അതിലും ഞാൻ പറയുന്നത് ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഗ്ലോ ആൻഡ് ലവ്ലി എന്ന് മാറ്റാനുണ്ടാവുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ അത് അവരുടെ ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. ഇത് കുറച്ചും കൂടെ നമ്മൾ ഇൻക്ലൂസീവ് ആണെന്ന് കാണിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ എനിവേ അതാണ് ഒരു കാര്യം. അതായത് നമ്മൾ മനുഷ്യന്മാരാണ്, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഫെയർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്തു, അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി അത് യൂസ് ചെയ്തു എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് കാണണ്ട. ഓക്കെ, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം, ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഉണ്ണി തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് ഉള്ള ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോൺ കുറച്ച് ഡാർക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. സ്കിൻ ടോണിൻ്റെ ഈ ഡാർക്ക് കോംപ്ലക്ഷൻ വരുന്നത് മാത്രമല്ല, മൊത്തത്തിൽ അതായത് നമ്മുടെ സ്കിൻ നമ്മൾ ഈയിടെ ഹ്യൂമിഡ് ഏരിയ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിന് കൂടുതലായിരിക്കും. ഈ പറഞ്ഞ പോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടത്തെ കാലം കുറച്ചും കൂടി സൺ റേസ് കുറച്ചും കൂടി ഹാർഷാണ്. ഈ ചേഞ്ചസ് ഒക്കെ ക്ലൈമറ്റിലും വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ അതായത് ഓരോരോ കാര്യങ്ങളെയും ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിലുള്ള സ്കിൻ കെയർ ഉണ്ടാക്കി വെക്കുക, അതിനുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇപ്പം ഈ ഹെയറിൻ്റെ കാര്യം പോലും, ഇപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഷാംപൂ ഒരുപാട് പേര് പല ഷാംപൂസ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വരുന്ന ഒരുവിധപ്പെട്ട ക്ലയൻസ് ഒക്കെ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ എല്ലാവരും എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യരുത് എന്നുള്ള ബോധ്യം തന്നെ ഉണ്ടായിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അത് പറയുന്ന പോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള എക്സ്പേർട്സും സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ആ ഒരു ബോധം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും പക്ഷേ ഷാംപൂ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണെന്ന് വിചാരിച്ച് വെക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഷാംപൂ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് നോക്കി നമ്മൾ എങ്ങനത്തെ ഷാംപൂ വാങ്ങണം എന്നുള്ളത് വാങ്ങണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഷാംപൂ യൂസ് ചെയ്യാതിരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ബിക്കോസ് ഹെയർ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തത്. അപ്പോൾ അത് കെമിക്കലാണ്, അത് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ മനുഷ്യന്മാരെ എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും. ഈവൻ സ്കിന്നിലേക്കാണെങ്കിലും എനിക്ക് കെമിക്കൽസ് ഒന്നും വേണ്ട, എനിക്ക് വീട്ടിലുള്ള ഹോം റെമഡീസ് മാത്രം വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഓരോ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിനെ പറ്റിയുള്ള അവയർനെസ് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് അതായത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഹോം റെമഡീസ്, ഇപ്പം ഇന്നൊരു പ്രൊഡക്റ്റ് ഹോം റെമഡി കാണിച്ചു, നാളെ വേറൊരു ഹോം റെമഡി കാണിച്ചു, അല്ലെങ്കിൽ മറ്റന്നാൾ വേറൊരെണ്ണം കാണിക്കുന്നു, അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതാണ് അവരുടെ സ്കിന്നിൻ്റെ ഒരു മാറ്റത്തിന് പിന്നിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ആ ആൾക്കാർക്കാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത്. ബിക്കോസ് കൂടുതൽ ആൾക്കാർ അതാണ് നോക്കി പോവുക. അവർ പറയുന്നത് ബിക്കോസ് അതിന് ഓർഗാനിക് ആണ്, അത് കുറച്ചും കൂടി അതിന് വേറെ ദോഷഫലങ്ങളില്ല എന്നൊക്കെയാണ്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അതിനകത്ത് കുറച്ച് അണത്തിക്കലായിട്ടുള്ള ആൾക്കാർ ആ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണെന്ന് എനിക്ക് കൂടുതലായിട്ട് ചില സമയത്തൊക്കെ തോന്നാറുണ്ട്. എല്ലാവരും ഒന്നല്ല ഞാൻ പറഞ്ഞ എല്ലാ പ്രൊഡക്ട്സും വർക്ക് ആവില്ലെന്നും അല്ല പറഞ്ഞത്, പക്ഷേ ഇങ്ങനെയും കൂടി ഒരു റിയാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഷാംപൂ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓരോ കൺസേണിനും ഓരോരോ പ്രൊഡക്ട്സ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ട് ഓരോരോ പ്രൊഡക്ട്സ് ഉണ്ട് എന്നും ഓരോരോ കൺസേണിന് ഈ ഒരു സിറംസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നും നമ്മൾ എന്ന് മുതലാണ് അറിയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അത് കൂടുതലായിട്ടും ഇൻഫ്ലുവൻസേഴ്സ് വന്നതിന് ശേഷമാണ്. അവരാണ് പുതുതായിട്ട് ഓരോരോ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മെയിനൊരു പ്രശ്നമായിട്ട് ഉണ്ണി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊമോഷൻസിനെ കുറിച്ചാണ്. പ്രൊമോഷൻസിന് ഈ പറഞ്ഞ പോലെ അവർ ടൈം കൊടുക്കാത്തത് കൊണ്ടും ഒക്കെ പലരും ഈ ഭയങ്കര അണത്തിക്കലായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അതായത് മറ്റേ ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ചേഞ്ചസ് കാണിക്കാൻ വേണ്ടി. പക്ഷെ അതല്ലാതെ നമ്മൾ ഈ പ്രൊഡക്ട്സ്, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങി. അപ്പോൾ ആ മാർക്കറ്റിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി ഞാൻ ഏറ്റവും ആദ്യം റിസർച്ച് നടത്തുന്ന ഭാഗമായിട്ട് ഞാൻ ആദ്യം നോക്കുക യൂട്യൂബിലായിരിക്കും. അതിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ടെക്സ്ചർ കാണണം എന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഇൻഗ്രീഡിയൻസിനെ പറ്റി കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ എന്തെങ്കിലും കാര്യം കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് യൂട്യൂബിലാണ് ആദ്യം നോക്കുക, പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. അങ്ങനെ തന്നെയാണ് നമ്മളത് റിവ്യൂ ചെയ്ത് പോവുക. അതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും സാമ്പിൾസ് വാങ്ങാൻ കിട്ടില്ല. എല്ലാം ആക്ച്വലി എന്താ പറയുക, നമ്മളുടെ സ്കിന്നിലേക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലാതെ വാങ്ങുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്.
എസ്പെഷ്യലി മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെയാണ്, അതാണ് മെയിൻ ഒരു കാര്യം. ഇപ്പം ഈവൻ ഇപ്പം എന്താ പറയുക, ഉണ്ണി പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു ക്രീം തേച്ച് മറയ്ക്കുന്നു ഇൻഫ്ലുവൻസർ എന്നും കൂടി പറയുന്നുണ്ട്. നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആവാൻ വേണ്ടിയിട്ട് മേക്കപ്പ് കൊണ്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ, മേക്കപ്പ് കൊണ്ട് അങ്ങനെ മറയ്ക്കുന്നുണ്ടെങ്കിൽ അതിലെന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മളുടെ സ്കിന്ന് ഈവൻ ടോൺ ആവുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ടിരിക്കും. വിഷ്വലി നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ പ്രസൻറ്റേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ, ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പുറത്തുനിന്നുള്ള ലുക്ക് കണ്ട് ആരും ജഡ്ജ് ചെയ്യരുത്, അങ്ങനെ ഒരു ബുക്കിൻ്റെ കവർ കണ്ട് ജഡ്ജ് ചെയ്യില്ല എന്നാണ് അങ്ങനെ ചെയ്യരുതെന്നാണ് നമ്മൾ പറയുക. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറാത്തിടത്തോളം നമ്മൾ ആക്ച്വലി ഈ പറഞ്ഞ നമ്മളെ ഏറ്റവും ബെറ്റർ ആക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പറയാറില്ലേ, അതായത് ഇഫ് യു ലുക്ക് ഗുഡ് യു ഫീൽ ഗുഡ് എന്ന്. അത് സത്യം തന്നെയാണ്. നമ്മൾ നന്നായിട്ടാണ് നല്ലൊരു ഡ്രസ്സപ്പ് ചെയ്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ബെറ്റർ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവും. അതിന് ഹെൽത്തിയർ ആയിട്ട് അതിനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതൊരു വലിയ തെറ്റായിട്ടൊന്നും ഞാൻ സത്യത്തിൽ കാണുന്നില്ല. ഇനി പറയുന്നതാണ് ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം എല്ലാ സ്കിൻ കൺസൾട്ടേഷൻസും ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് ഉണ്ണി മെയിനായിട്ട് പറയുന്നൊരു കാര്യം. ഇവിടെയാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത്. ഇന്ന് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരെ കാണുന്ന 2 കാറ്റഗറി ആയിട്ടാണ്. ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്കിൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് ക്ലയൻസിനെ കാണുന്നതാണ്, സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ക്ലയൻസിനെ കാണുന്നതാണ്. ആൻഡ് അവർക്ക് അതിൽ പല ആൾക്കാർക്കും ഈ സ്കിൻ ക്ലിനിക്കിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഒന്ന് കാശുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം. ആൻഡ് ഓൾസോ അവർ ആദ്യം പിൻ പോയിന്റ് ചെയ്യുക, നിങ്ങൾ ചെല്ലുമ്പോൾ ആദ്യം പിൻ പോയിന്റ് ചെയ്യുക നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിലേക്കായിരിക്കും. നിങ്ങളുടെ ഇപ്പം ആക്നെ ആയിട്ട് ചെല്ലുന്ന ഒരാളുടെ അടുത്ത് ആദ്യം അവർ ചിലപ്പോൾ പറയുക, നിങ്ങളുടെ ഇവിടെ ഫോർഹെഡിൽ ഒരു വരയുണ്ട്, അവിടെ റിങ്കിൾസ് വരുന്നുണ്ടെന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും നടക്കുക. ആൻഡ് ഓൾസോ ഗ്ലൂട്ടാത്തയോൺ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ IV പോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നത് സ്കിൻ ക്ലിനിക്സിലാണ്. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ തവണ എൻ്റെ അടുത്ത് വന്നൊരു ക്ലയൻറ്റ്, അവർ 9 തവണ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കൊച്ചിയിൽ തന്നെയുള്ള ഒരു സ്കിൻ ക്ലിനിക്കിൽ നിന്ന് ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ എടുത്തു. 9 തവണ എടുത്തിട്ട് റിസൾട്ട് ഇല്ല. സോ പിന്നെയും എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞാൻ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് അടുത്ത തവണ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നാണ്. അപ്പോൾ അടുത്ത തവണത്തേക്ക് വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ആ പെൺകുട്ടിക്ക് ആക്ച്വലി പിന്നെയും ചിലപ്പോൾ ഒരു ഹോപ്പ് വരികയാണ്, അടുത്ത സിറ്റിങ്ങിൽ ചിലപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയേക്കുന്നു. അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ എനിക്കും ഇല്ല, ഇനി അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകാനേ പാടില്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അവർ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത ഒരു IV അവർക്ക് റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ഞാനത് വേറൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടു. വേറൊരു ഡെർമറ്റോളജിസ്റ്റ് ആക്ച്വലി അവരുടെ അടുത്ത് പറഞ്ഞു, ഇത്രയും നാൾ ചെയ്തിട്ട് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. സോ ഇതാണ് സ്കിൻ ക്ലിനിക്കിലെ ഒരു അവസ്ഥ. ആൻഡ് അറ്റ് ദ സെയിം ടൈം അപ്പം നമ്മൾ എൻ്റെ അടുത്ത് ഈ കുറച്ച് റൂറൽ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ, അപ്പോൾ അവിടെയൊക്കെയുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാറുള്ളത്, ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു നിങ്ങളുടെ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അപ്പം നിങ്ങൾ എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, മോയ്സ്ചറൈസറോ ഫേസ് വാഷോ സൺസ്ക്രീനോ ഒന്നും യൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുക. അപ്പം അങ്ങനെ പറയുന്ന ഡെർമറ്റോളജിസ്റ്റും ഉണ്ട്. അതായത് നമ്മളുടെ ഇഷ്യൂസ്, നമ്മുടെ സ്കിന്നിന് അവർ കാണുന്ന ഭീകരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളില്ലെങ്കിൽ ഇതൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. സോ അപ്പം നമ്മൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകേണ്ടതെന്നുള്ളിടത്ത് വീണ്ടും ഒരു പ്രശ്നം വരും. ആരെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളിടത്ത് ഭയങ്കര പ്രശ്നം വരും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം അപ്പം ചില ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് അവർ തരുന്നത്, അതായത് എനിക്കറിയാവുന്ന ആൾക്കാർക്ക്, ചില ക്ലയൻസിന് അവരുടെ സ്കിൻ ടൈപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള പ്രോഡക്ട്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളിടത്തും എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ആരെയാണ് കാണേണ്ടതെന്ന് നമുക്ക് സംശയം തോന്നും. ഓൾസോ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ ഇവരൊക്കെയാണ് ഈ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള അവയർനെസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ. സ്കിന്നിന് ആക്നെ വരുന്നതിനുള്ള കാരണങ്ങളെപ്പറ്റി പറഞ്ഞ് അങ്ങനത്തുള്ള അവയർനെസ് കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ. അപ്പം അതുകൊണ്ടൊക്കെ അത്തരത്തിൽ സ്വന്തം സ്കിന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം സ്കിന്നിന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
സോ ആ അവയർനെസ് ഒന്നും നമ്മൾ സത്യത്തിൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതറിയുന്നത് കൊണ്ട് മാത്രം ചിലർ ചിലപ്പോൾ ഡെർമറ്റോളജിൻ്റെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്കിതാണ് വേണ്ടത്, എൻ്റെ കൺസേൺ ഇതാണ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ അത്ര ഫെമിലിയർ അല്ലാത്തൊരു കാര്യമാണ് ഈ സ്കിൻ കെയർ കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. ഡെർമറ്റോളജിസ്റ്റ് അല്ലാത്ത സ്കിൻ കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അവർ ഡോക്ടേഴ്സാണ്. അവർ ഈ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇപ്പം സോറിയാസിസ് പോലെയുള്ളൊരു പ്രശ്നം, ഫംഗൽ ആക്നെ പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ട്രീറ്റ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ സ്കിന്നിലൊരു ഗ്ലോ വേണം, അതാണ് നിങ്ങളുടെ ആവശ്യം. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്കൊരു സ്കിൻ കെയർ റുട്ടീൻ സജസ്റ്റ് ചെയ്യാൻ ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സ്കിൻ കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. അവരും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ആൾക്കാർക്ക് ആക്ച്വലി നിങ്ങൾക്ക് സ്കിൻ കെയർ റുട്ടീൻ സജസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അതൊക്കെയാണ് നോർമലി എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത്. കൂടുതലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് ഇവർക്കൊക്കെ ബേസിക്കലി അതിനുള്ള നോളജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സർട്ടിഫൈഡ് ഒന്നും ആയിരിക്കില്ലായിരിക്കും. പക്ഷേ കൂടുതൽ പേര് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഗ്ലാമി ഗംഗയുടെ കാര്യമാണെങ്കിൽ ഗ്ലാമി ഗംഗ മേക്കപ്പ് കോഴ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ണിയുടെ ആ വീഡിയോയുടെ താഴെ തന്നെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി കോസ്മെറ്റോളജിയിൽ എന്തോ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു. എനിക്ക് ശരിയാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും അത്യാവശ്യം ഈ കാര്യങ്ങളെപ്പറ്റി അറിയാം. സോ ഈവൻ ഞാൻ പറയുന്നത്, ഞാൻ സ്കിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യുന്നതിന് മുൻപേ തന്നെ എൻ്റെ ഇമേജ് കൺസൾട്ടൻസി അല്ലെങ്കിൽ ഇമേജ് കൺസൾട്ടൻ്റ് എന്നുള്ള കോഴ്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് മേക്കപ്പിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ട്, സ്കിന്നിനെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓവറോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ട്. ഈവൻ മേക്കപ്പിൻ്റെ കാര്യം പഠിക്കുന്ന ആൾക്കാർക്ക് പോലും അത്യാവശ്യം അതിനെപ്പറ്റിയുള്ള ധാരണകളുണ്ട്. സോ തീരെ അറിയാത്ത ആൾക്കാരല്ല. ഇപ്പം നമ്മൾ കൂടുതൽ ആൾക്കാരും ബ്യൂട്ടി പാർലറിലെ ചേച്ചിമാർ പറയുന്നത് കേട്ടിട്ട് ചെയ്ത ആൾക്കാരാണ്. അവരെ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിന് കുറേയെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാം. അണ്ടർ ആമിൻ്റെ പിഗ്മെൻറ്റേഷനെ പറ്റി ഉണ്ണി ഇങ്ങനെ എടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അണ്ടർ ആമിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നമ്മളുടെ ഒരു കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഈ പറയുന്ന പോലെ ഗ്ലാമി ഗംഗ എന്തോ ആണ്, ഒരു റോൾ ഓൺ കാണിക്കുന്നുണ്ട്, HAയുടെയോ BHAയുടെയോ ഒരു റോൾ ഓൺ കാണിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറൊരു റോൾ ഓൺ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ പോലെയുള്ള കാര്യത്തിന് അതിൻ്റെ പ്രതിവിധികളായിട്ടുള്ളത്, അതായത് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവിടുത്തെ സ്കിന്നിൽ ആക്ച്വലി അവിടെ ഉള്ളൊരു എന്താ പറയുക ഫ്രിക്ഷൻ കാരണമൊക്കെയാണ് മെയിനായിട്ട് അവിടെ ഒരു പിഗ്മെൻറ്റേഷൻ എപ്പോഴും വരിക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു പോകുക. അതിനകത്തൊന്നാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന റോൾ ഓൺസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് AHA റോൾ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണുക. അത് AHA BHA റോൾ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണുക. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് സത്യത്തിൽ എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് എക്സ്ഫോളിയേഷൻ ആണ്. ആ എക്സ്ഫോളിയേഷൻ പിഗ്മെൻറ്റേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ AHA BHA ഉള്ള പ്രൊഡക്ട്സ് പല ബ്രാൻഡ്സുകാർ ഇറക്കുന്നുണ്ട്. സോ അത് ചിലപ്പോൾ എല്ലാം തന്നെ എഫക്റ്റീവ് ആയിരിക്കും ഈ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതും ഈ പറയുന്നത് പോലെ ഇപ്പം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. ബിക്കോസ് എനിക്കൊരു തവണ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ക്ലയൻറ്റിന് ഒരു തവണ വിഷ് കെയറിൻ്റെ ഒരു AHAയുടെ അണ്ടർ ആം റോൾ ഓൺ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെട്ടു. സോ എനിക്കിപ്പോൾ ഹാപ്പി ആയി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയും ഉണ്ട്. അതായത് ഇതിൻ്റെ മൾട്ടിപ്പിൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് എന്നുള്ള അവയർനെസ്സും കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അതിലൊരു ഭീകരമായിട്ടുള്ളൊരു പ്രശ്നമല്ല അത്. ഇപ്പോൾ അണ്ടർ ആം പിഗ്മെൻറ്റേഷനൊക്കെ അത്തരം കാര്യങ്ങളിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയില്ലെങ്കിൽ കൂടി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എഫേർട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു എന്താ പറയുക അതില്ലാത്തവർ ഭയങ്കര പ്രശ്നമാണെന്നും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒരു കാര്യമില്ലെന്നും ഇൻഫ്ലുവൻസസ് ഒക്കെ കള്ളം പറയുകയാണെന്നും ഇൻഫ്ലുവൻസസ് ഭയങ്കര അൺഎത്തിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതുവരെ ഓക്കെ ഈ സ്കിൻ കെയറേ വേണ്ട, സ്കിൻ കെയറേ പാടില്ല, സൺസ്ക്രീനേ യൂസ് ചെയ്യാൻ പാടില്ല, എന്താ പറയുക മോയ്സ്ചറൈസറും ഇതൊക്കെ വെറുതെ കാശുകളെയാണ്, അവർ പറയുന്നത് കേട്ടത് ചെയ്യണ്ട എന്നൊന്നും വിചാരിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ബിക്കോസ് എനിക്കറിയാം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മാത്രം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. എന്നോട് ഒന്ന് പേഴ്സണലി അവർ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ സ്കിൻ കെയർ പോലും സ്റ്റാർട്ട് ചെയ്തത്, സ്കിൻ കെയറിൻ്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്
മീൻസ് അത്തരമുള്ള കാര്യങ്ങൾ, അത്തരമുള്ള അറിവുകൾ വളരെ കാര്യമായിട്ടുള്ള അറിവ് തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത്, ഞാൻ ഈ ഒരു കോഴ്സൊക്കെ ചെയ്യുന്നതിന് എത്രയോ മുമ്പാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഞാനും തുടങ്ങിയത് ഡെഫിനറ്റ്ലി ഞാൻ യൂട്യൂബിലുള്ള കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ബ്ലൈൻഡായിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറെ നോക്കുകയായിരുന്നില്ല. എനിക്ക് കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൻ കെയറിനെ പറ്റി പറയുന്ന കുറച്ച് ചാനൽസ് ഉണ്ടായിരുന്നു. ആ ചാനൽസൊക്കെ ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ആൻഡ് അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയത്. ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര മീൻസ് എന്താ പറയുക, അവരൊക്കെ പറയുന്ന അത്തരം ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞാനത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് വെക്കുക. എൻ്റെതായ രീതിയിൽ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കും. ഓൾസോ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസ്, ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ചേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഈ കുറച്ച് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ തന്നെ ഞാൻ എൻ്റെ സ്കിന്നിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതും എനിക്ക് ഉറപ്പുള്ളതുമാണ്. എൻ്റെ അടുത്ത് ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവരോട് ചോദിക്കുക, എനിക്ക് പരിചയമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ കേട്ടോ, പരിചയമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് എഫക്റ്റീവാണ് എന്ന് നന്നായിട്ട് അറിയുന്നൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. പക്ഷേ അതല്ല, പുതിയതായിട്ട് എന്നോട് ഒരാൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുക ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എനിക്ക് തരണം എന്നാണ്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാൻ കംപ്ലീറ്റ് കാണാതെ ഞാൻ അങ്ങനെ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനത്തിനോ ഞാൻ നിൽക്കില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് കണ്ട് അതിനകത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് കണ്ടിട്ടും അതിനുശേഷം റിസർച്ച് നടത്തിയിട്ടും അത് വന്നിട്ട് അത് എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്ത് നോക്കിയിട്ടും മാത്രമാണ് ഞാൻ ശരിക്കും എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതത്ര ഭീകരമായിട്ടുള്ളൊരു പേടിക്കേണ്ട കാര്യമായിട്ടൊന്നും കാണണ്ട എന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരെയും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ അവരൊക്കെ പറഞ്ഞത് അവരൊക്കെ പ്രശ്നക്കാരാണ് എന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. അവരൊക്കെ കാരണമൊക്കെ തന്നെയാണ് നമ്മൾ അവെയർ ആയിട്ടുള്ളത് കുറേ കാര്യങ്ങളിൽ. അപ്പോൾ ഉണ്ണി പറഞ്ഞതും ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയണം എന്നൊന്നുമല്ല. ഉണ്ണി പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഈ പറഞ്ഞ അൺഎത്തിക്കലായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ മാറ്റം വരുമായിരിക്കും ഈ ഒരു കാര്യം കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതല്ലാതെ ഇത്തരം കാര്യത്തെപ്പറ്റി ഇങ്ങനെ ഒരു അവയർനെസ്സും കൂടി ഉണ്ടായിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.